ഹലോ, ഹലോ. മിസ്റ്റർ അനക്കര ഹംസയല്ലേ? ഏ അനക്കര ഹംസയല്ലേ? അനക്കര ഹംസ ഇതോ അല്ലേ? അതെ, എന്താ വിളിച്ചേ? രണ്ട് ഫാൻ നന്നാക്കാൻ തന്നിട്ട് ഇതുവരെ കൊണ്ടു തന്നില്ലല്ലോ. ആര്? ഫാൻ നന്നാക്കാൻ നിങ്ങൾക്ക് തന്നിട്ട് എന്തായി എന്നാണ് ചോദിച്ചത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് എവിടുന്നാ വിളിക്കുന്നത്? ഇത് അനക്കരയിൽ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഫാൻ നന്നാക്കാൻ തന്ന ഓർമ്മയില്ലേ? ആളെ മനസ്സിലായിട്ടില്ല, അതാ ചോദിക്കുന്നത്. ഫാൻ നന്നാക്കാൻ തന്നത് ഓർമ്മയുണ്ടോ? ആ, ഫാന് ഖാദറിന്റെ. അതെ, അതെ. ഖാദറിന്റെ മോനാണ്. അത് ശരി. അങ്ങനെ എന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിരിക്കണ്. അതേ, ആ അത് ഞാൻ വേറെ ഫാന് കൊണ്ടുവരാനാ പറഞ്ഞിരിക്കണത്. അത് അതിന്റെ പിന്നെ ലൈറ്റിൽ കൊടുത്താൽ ഉപ്പാട് പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഷാഫ്റ്റ് തേഞ്ഞിക്കണ, അതിൽ ബെയറിങ് ഇരിക്കണില്ലേ. അപ്പൊ വേറെ ഒന്ന് മേടിച്ച് സൂട്ടാക്കിയിട്ട് അതിന് വെച്ചിപ്പോ അടുത്ത് തന്നെ കൊണ്ടുവരട്ടാ. അങ്ങനെ ഇതേപോലെ ഞാൻ മറ്റേ ലൈറ്റ് കൊണ്ടുപോയിട്ട് പേരെയുള്ളവരെല്ലാരും വിളിച്ചിരിക്കണ്. എന്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഇക്കാക്ക് ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാ. അപ്പൊ ഇത്രയും അതെ. പെട്ടെന്ന് തന്നെ തരാന്ന് പറഞ്ഞ ഫാനല്ലേ, അതാ വിളിച്ചത്. ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് കൊണ്ടുവരട്ടാ. അവിടെ ഫാന് വേറെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് മറ്റേ അവിടെ ഉണ്ടായിരുന്നേ. അവിടെ ഫാൻ ഇല്ലാത്ത റൂമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത്. ഫാൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇക്കാക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇക്ക നന്നാക്കാൻ മേടിച്ച് എത്രയും പെട്ടെന്ന് തരാന്നല്ലേ ഇക്ക ആദ്യം ചെയ്യണ്ടേ. ഹംസക്ക, ഹലോ ഹലോ ഹലോ. പറയ്. എത്ര രൂപ വേണ്ട കൊണ്ടുവരാം. ഫാൻ നന്നാക്കുന്ന? എത്ര രൂപ വേണ്ടേ? പൈസ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ സാധനം അടുത്ത് തന്നെ കൊടുന്നേരട്ടാ. വേറെ ഏതെങ്കിലും ഫാനെങ്കിലും കൊടുന്നേരാം. ഞാൻ അങ്ങനെ. അല്ല, അതിപ്പോ പുറത്തുനിന്ന് എന്തോ സാധനമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പൈസ ആവില്ലേ? അപ്പൊ പൈസ വേണ്ടി വരില്ലേ? പൈസ ഒക്കെ വേണ്ടി വരുമല്ലോ. പൈസ ഒക്കെ ഞാനിപ്പോ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തനിക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് ലൈറ്റ് ഫിറ്റ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് തരാം നമുക്ക്. അത് കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഇതിപ്പോ സാധനം മേടിക്കാൻ വല്ലതും വേണോ? കൈ ചില്ലറ വല്ലതും? അത് വേണ്ട. ഇപ്പൊ ഒന്നും വേണ്ട. ചില്ലറ അല്ല. അതേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ. ഷാഫ്റ്റ് പിന്നെ അത് വൈൻഡിങ് ആണ്, ഫുള്ള് വൈൻഡിങ് ആണ്. അപ്പൊ ഈ ഷാഫ്റ്റ് തേഞ്ഞിക്കുന്നു. ഷാഫ്റ്റിൽ ബെയറിങ് സൂട്ടായി ഇരിക്കണില്ല. 2 ബെയറിങ് ഞാൻ കൊണ്ടു വെച്ച് നോക്കി. അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇളകി പോവാണ്. അപ്പൊ അതിന്റെ കവറിന്റെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഞാനേ ഒരാഴ്ചയുള്ളിൽ സാധനമൊക്കെ റെഡിയാക്കിയിട്ട് ഫാൻ അവിടെ കൊടുത്ത് വിറ്റ് തരാം. ഒരാഴ്ചയോ? കാശിന്റെ തന്നാളെ സാധനം വാങ്ങിക്കാൻ. കാശിനൊന്നും കൂടുതലൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാശിന്റെ കാര്യം പോട്ടെ, നമ്മുടെ മുതല് നമുക്ക് ഇതേണക്കന്നെ തിരിച്ചു കിട്ടുമോ? അപ്പൊ പൈസന്റെ കാര്യം അവിടെ നിർത്തിയല്ലേ. പലരോട് പൈസ ചോദിച്ചാ അപ്പൊ നല്ല വരും. കാശിന്റെ കാര്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ മുതല് നമുക്ക് കിട്ടുമോ? അതൊന്നും കിട്ടും. അത് ഇനി വരുമ്പോഴത്തേക്ക് 2 ലീഫേ കാണത്തുള്ളൂ, 3 ലീഫ് ഉള്ളടുത്ത്. വരുമ്പോഴത്തേക്ക് ഇനി 2 ലീഫേ കാണത്തുള്ളൂ, 3 ലീഫുള്ള ഫാനിന്റെ. അതിന്റെ ലീഫ് ഞാൻ കൊണ്ടുപോയില്ലല്ലോ. ലീഫ് അവിടെ ഉണ്ട്. ലീഫ് കൊണ്ടുപോയിന്നാണല്ലോ ഉമ്മ പറഞ്ഞത്. ആര്? ഉമ്മ പറഞ്ഞല്ലോ ലീഫ് കൊണ്ടുപോയിന്ന്. തെരഞ്ഞു അവിടെ നോക്കാൻ പറയും. ഞാൻ ലീഫ് ഒന്നും കൊടുത്തില്ല. ഞാൻ ആ ലീഫ് അവിടെ അയച്ചു വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ ഫാന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ പെരന്റെ ഉള്ളിലൊക്കെ നോക്കിയിട്ടൊന്നും ലീഫ് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഏതിന്റെ? എന്തായാലും കൊള്ളാം. ഫാനിന്റെ ലീഫ് അവിടെ ഉണ്ട്. ലീഫ് ഞാൻ കൊടുത്തില്ല. ലീഫ് ഞാൻ എവിടെ പോയാലും ഞാൻ ലീഫ് അയച്ചു കൊണ്ടിട്ടില്ല. കാരണം ലീഫ് അവിടെ അയച്ചു വെക്കല ആ വീട്ടില്. എവിടുത്തെ ഫാൻ കൊടുത്താലും എന്തായാലും ഞാൻ ഒന്ന് ഇതാക്കട്ടെ. ഒരാഴ്ചയിലെങ്കിലും ഞാൻ വെട്ടന്നേ നോക്കട്ടെട്ടാ. പകരം ഫാൻ എങ്ങാനും ഉണ്ടോ അവിടെ കൊണ്ടുതരാൻ? അതന്നെ പറയുന്നത്. അത് ഞാൻ എന്തേലും ചെയ്യാം. പകരച്ചാ അതന്നെ മറ്റേ കവർ ഒന്നിനും പറ്റൂലേ. അതിലൊന്നും സൂട്ടാവണില്ല. പിന്നെ ഇപ്പൊ ഇപ്പൊ അവിടെ ഉണ്ടാ? ഉപ്പ ഇല്ല, ഉപ്പ പുറത്തു. എന്റെ അടുത്ത് ഇത് ചോദിക്കാൻ പറഞ്ഞിട്ട് ഉപ്പ പോയത്. ഇപ്പൊ വീട്ടിൽ നിന്ന് സംസാരിക്കണേ. ഉമ്മല്ലേ അവിടെ?
ഉമ്മ ദേ അയൽക്കൂട്ടത്തിന്റെ എന്തോ ഒരു ചേച്ചിയെ കാണാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ആയിക്കോട്ടെ. അല്ല ബാക്കി സാധാരണ ഉമ്മ വിളിപ്പിക്കല്. ആ ഉമ്മ വാപ്പയും കൂടെ ഇത് പറഞ്ഞിട്ടാ പോയത്. വാപ്പ അങ്ങോട്ട് പോകുന്ന ഇനി ആരും വിളിക്കണ്ട, മതി കേട്ടാ. ഇനി വിളിക്കണ്ട, ഞാൻ സാധനം കൊണ്ടുവരാം. നിങ്ങളെല്ലാരും വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാരും പാടേ ഇനിയിപ്പൊ നമ്മളെ തല്ലണ്ട ഒരു പരിപാടിയാ തോന്നുന്നുണ്ട് ഇപ്പൊ. ഓ നിങ്ങളെ തല്ലാനൊന്നും പോണില്ല ഒരു ഫാനിന്റെ പേരില്. പിന്നെ രാവിലെ ഞാൻ ഇന്നാള് പറഞ്ഞിരിക്കണേ അതിന്റെ കവർ മാറ്റണം എന്നുള്ളത്. അപ്പൊ ഞാനത് ഇതാക്കിയിട്ടേ പത്തന്നെ ഒന്ന് കൊടുത്തേരാം കേട്ടോ. ലീഫ് അവിടെ ഉണ്ട്, ലീഫ് ഉമ്മാട് പറഞ്ഞ ലീഫ് അവിടെ റാക്കിന്റെ മേലെ എവിടെയും വെച്ചിട്ടുണ്ടാവും. ലീഫൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ കഴിച്ചാ? ഇല്ല, ഞാൻ അതാണ് ഇപ്പൊ ആ ഇതിലാണ് പൈസ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കപ്പോ എന്താ ചെയ്യണ്ട്. പിന്നെ നിങ്ങളോട് ഞാൻ രാവിലെ നേരത്തെ ചോദിച്ച പൈസ വേണോ നിങ്ങൾക്കെന്ന്. പൈസ ഇല്ലാണ്ട് പൈസ അവിടെ കൊടുത്ത് ഏൽപ്പിച്ചോ, പൈസ ഞാൻ മേടിച്ചോളാം. കൂട്ടത്തിൽ കൂടെ കൂട്ടാലോ. എത്ര രൂപ എന്തൊക്കെ കൊടുത്താളാ? കാപ്പ് കുടിക്കാനുള്ള പൈസ കൊടുത്താൽ മതി അന്നേരം. നേരൊക്കെ കാപ്പി കുടിക്കാനുള്ള പൈസ എന്താ? അതല്ല, എനിക്ക് പടിഞ്ഞാറങ്ങാടി പോകണം. പടിഞ്ഞാറങ്ങാടി പോയിട്ട് ആ ഷോപ്പിൽ പോയിട്ട് ഒരു ഫാൻ്റെ ഇത് നോക്കാണ്ട്. അപ്പൊ എന്തായാലും അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നല്ല. ഉണ്ടെങ്കിൽ കൊടുത്താളോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് എന്തായാലും ഞാൻ കണക്കും കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ 2 ലൈറ്റ് കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് എന്താ തന്നത്. പിന്നെ ലൈറ്റിന്റെ കാര്യത്തിന് ബാറ്ററി ഞാൻ ഇവിടെ ഒരു 250 രൂപ കൊടുത്തേക്കാം. എവിടെ? വീട്ടില് വന്ന് മേടിക്കല്ലേ? ആ എന്നാ അവിടെ കൊടുക്ക്. ഈ വണ്ടി പോണ ആളല്ലേ? വണ്ടിയിലാ? ഇപ്പൊ ഗൾഫിൽ വന്നാ? അതെ. എന്ന്? കാപ്പി കുടിച്ചാ? അതെന്താ കാപ്പി കുടിക്കാത്തെ? കാപ്പി കുടിക്കാത്ത ഞാനിപ്പോ തലവേദന ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ ഇപ്പൊ പുറത്തേക്ക് പോവാൻ നിക്കാണ്. നിങ്ങൾ ഈ കണ്ണ് കാണാൻ പറ്റാതെ ഈ ഫാനൊക്കെ നന്നാക്കിയ നന്നാവോ? ആര്? എന്ത് കണ്ണ്? കണ്ണൊന്നും കാണാൻ പറ്റാണ്ട് ഈ ഫാനൊക്കെ നന്നാക്കിയ നന്നാവോ? ഈ 1000 ഉറുമ്പിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് തന്നോക്കാം. ഞാൻ ശരിക്കും ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് ആയിട്ട്. ഉറുമ്പിന്റെ കാര്യമല്ലല്ലോ, നിങ്ങൾ കടിക്കുമ്പോ ഉറുമ്പിനെ നിങ്ങൾക്ക് പറക്കി കളയണം. നിങ്ങൾ മേത്തോട്ട് കയറ്റിട്ട് ഉറുമ്പിനെ ഓരോന്ന് കടിക്കുന്ന അനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അതിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. എനിക്ക് കണ്ണിനൊന്നും ഒരു കേടുമില്ല. അവിടെ ഇപ്പൊ എന്തൊക്കെ സാധനം നേരാക്കിന്ന് ചോദിച്ചോക്കാം. ഇണ്ടാകാത്ത കാര്യ. എന്തായാലും പോട്ടെ, ഇന്നിപ്പോ കാര്യമല്ല. ഇതിപ്പോ ഏതായാലും ഖാദറിന്റെ മോനൊന്നും അല്ല വിളിക്കുന്നത്, വിപിനാ വിളിക്കുന്നത്. ഏത് വിപി? ഗ്രൂപ്പിലുള്ള വിപിൻ, ടച്ച് മീഡിയ. ഹലോ 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 നിങ്ങൾ ഇത്രയുള്ള മനുഷ്യ? സമ്പുരാനെ ഇതേ ഇവന് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഫാൻ തന്നു. എനിക്ക് സൗണ്ട് കേട്ട് നോക്കുമ്പോ എനിക്കും എന്തോ ഒരു സംശയമുണ്ട്. എന്നാ എണീറ്റ് രാവിലെ പല്ലും തേച്ച് കാപ്പി കുടിച്ച് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ 11 മണിയാവും. എന്നൊരു കാര്യം ചെയ്യ്, പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ വിളിക്കാം. നല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളോടൊപ്പം കോൾ ഉണ്ടായിരുന്നത് സ്വന്തം ഹംസയ്ക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ നമ്പർ ഇങ്ങോട്ട് തന്നിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്. പല പ്രാവശ്യം പറഞ്ഞു വിളിക്കും ഉറപ്പ് കൊടുത്തിട്ട് പോലും മനഃപൂർവ്വം പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹംസയ്ക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ മറ്റൊരാളെ നമുക്ക് കണക്ട് ചെയ്യും വരേക്കും എല്ലാവർക്കും ഈ ഒരു പറ്റിക്കപ്പെടാനുള്ള അവസരം കാത്തിരിക്കുന്നു. ഓർക്കുക. ബൈ ബൈ.